Hi everyone, welcome to the channel Swastha Foods. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കേസരിയാണ്. അപ്പോൾ എങ്ങനെയാണ് സേമിയ കേസരി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സേമിയ കേസരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൂടെ ഞാൻ ഒരു 5-6 കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ ചൂടാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് ഞാനിവിടെ കുറച്ച് കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതേ പാനത്തിന് ഞാനിവിടെ ഒരു കപ്പ് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെർമിസെല്ലി നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി പാൻ വെച്ചിട്ട് ഇതിൽ 2 കപ്പ്, ഈ കപ്പിനാണ് 1 കപ്പ് വെർമിസെല്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിനകത്തിട്ട് ഒരു പിഞ്ച് ഉപ്പ്, കളറിന് വേണ്ടി ഒരു സ്വല്പം കേസർ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇനി വെള്ളം നല്ലോണം തിളപ്പിക്കുക. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ സേമിയ വേവിച്ചെടുക്കാം. ഇപ്പം വെള്ളം ഒരുവിധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്, ഇത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കാരണം തവയിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിൽ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. കണ്ടില്ലേ? ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.